കുംഭമേളയ്ക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ച കേസിൽ 140 സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെ 13 എഫ്ഐആറുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഫെബ്രുവരി 26 നടക്കാനിരിക്കുന്ന മഹാശിവരാത്രി ഉത്സവത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുള്ളതായി DIG വൈഭവ് കൃഷ്ണ അറിയിച്ചു. 1 കോടിയിലധികം ആളുകളാണ് ഞായറാഴ്ച പുണ്യസ്നാനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വളരെയധികം ആളുകൾ വരാനിരിക്കുന്നത് ശിവരാത്രി ദിനത്തിലായിരിക്കും. അതുകൊണ്ടുതന്നെ സമ്പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. മഹാകുംഭത്തിലെ ഗതാഗത കുരുക്ക് തടയാൻ പരമാവധി ശ്രമിക്കും. എത്ര വലിയ ജനക്കൂട്ടമുണ്ടായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും DIG വൈഭവ് കൃഷ്ണ കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 8.7 മില്യൺ ആളുകളാണ് ഇതുവരെ മഹാകുംഭമേളയിലെ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തത്. അതേസമയം ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കുന്നവർ സമൂഹത്തിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. രാജ്യത്തെ ബലഹീനമാക്കാൻ വിദേശ ശക്തികളുടെ ശ്രമം നടക്കുന്നുണ്ട്. അത്തരം വിദേശ ശക്തികൾ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന കുംഭമേള ഐക്യത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുംഭമേളയ്ക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന. മധ്യപ്രദേശിൽ ക്യാൻസർ ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിനിടയിലാണ് മോദിയുടെ കുംഭമേള പരാമർശം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.